നമസ്കാരം, ധനുസ് PSC ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വർഷത്തെ 2026 ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണുള്ളത്. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ തസ്തികയിലേക്ക് ഈ വർഷം നടന്ന ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ കീയുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പോലീസിലേക്കുള്ള എക്സാമിനും, അതായത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കും LDC VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം, അതുപോലെ LGS എക്സാം, കമ്പനി ബോർഡ് LGS എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഈ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ഒന്നാമത്തതിൽ ആത്മോപദേശ ശതകം ആദിഭാഷ, 2 പ്രാചീന മലയാളം ആദിഭാഷ, 3 വേദാധികാര നിരൂപണം അഖിലത്തിരുട്ട്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓടിയെത്താൻ പറ്റും. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ, അല്ലേ? അതായത് പ്രാചീന മലയാളവും ആദിഭാഷ. ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് പ്രാചീന മലയാളം. ഓക്കെ, പ്രാചീന മലയാളം ആദിഭാഷ. നമുക്കിവിടെ ചട്ടമ്പി സ്വാമിയുടെ ചാ കൊണ്ട് നമുക്കതിനെ അവിടെ കണക്ട് ചെയ്യാം. ചട്ടമ്പി സ്വാമികളും പ്രാചീന മലയാളം. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ പ്രാചീന മലയാളം ആദിഭാഷ. നമുക്കവിടെ പോയിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കിട്ടിയില്ലെന്ന് വരാം. പ്രാചീന മലയാളം കേൾക്കുമ്പോൾ നമുക്ക് എന്തെഴുതാം? ചട്ടമ്പി സ്വാമികളുടെ ചായും ഈ പ്രാചീനയും കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം ആൻഡ് ആദിഭാഷ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നു. അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ആനി ബസന്റ്, ഓപ്ഷൻ സി KP കേശവ മേനോൻ, ഓപ്ഷൻ ഡി മൊയ്തു മൗലവി. ആൻസർ ഓപ്ഷൻ ബി ആനി ബസന്റ്. ഓപ്ഷൻ ബി ആനി ബസന്റ് ഉത്തരം. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ എ വിക്രം മിസി, ഓപ്ഷൻ ബി K ജയകുമാർ, ഓപ്ഷൻ സി ശശി തരൂർ, ഓപ്ഷൻ ഡി അമിത് ഷാ. ആൻസർ ഓപ്ഷൻ എ വിക്രം മിസി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിസി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ എ യങ് ഇന്ത്യ, ബി നവജീവൻ, ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ, ഓപ്ഷൻ ഡി സംവാദ് കൗമുദി. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഓക്കെ, ഡർബനിൽ ഓർക്കുക, ഇന്ത്യൻ ഒപ്പീനിയൻ. വർഷം കൂടി ഓർക്കുക, 1904 അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കേരള PSC ചോദ്യങ്ങൾ ഒഴിവാക്കാനാകാത്ത ഒരു കാര്യമാണ്. ഗാന്ധിജിയുടെ എല്ലാ ഫാക്ട്സുകളും നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇവിടെ പത്രമാണ് ചോദിച്ചേക്കുന്നത്, അപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയനാണ്. ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ സംവാദ് കൗമുദി നമുക്കറിയാം ആരുടെയാണിത്? രാജാറാം മോഹൻ റോയ്, അല്ലേ? രാജാറാം മോഹൻ റോയുടെയാണ് സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയുടെയാണ് സംവാദ് കൗമുദി. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി, ടെന്നീസ് കോഡ് പ്രതിജ്ഞ. ഇവിടെ വർഷം കൊടുക്കുക, അല്ലേ? വർഷം എന്ന് പറയുമ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വരാം? ബോസ്റ്റൺ ടീ പാർട്ടി 1773 അല്ലേ? ഇവിടുത്തെ ആൻസർ നമുക്ക് ആദ്യം നോക്കിയേക്കാം. ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി 1700 സംഭവം, അല്ലേ? ബോസ്റ്റൺ ടീ പാർട്ടി 1700 വേൾഡ് ഹിസ്റ്ററി വരുന്ന കാര്യങ്ങളാണ്. ബോസ്റ്റൺ ടീ പാർട്ടി 1773 വർഷം. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഏത് വർഷമാണത്? 1776 വർഷം, അല്ലേ? ഒന്നാം കോണ്ടിനെൻ്റ്, രണ്ടാം കോണ്ടിനെൻ്റ് സമ്മേളനങ്ങളൊക്കെ ഉണ്ട്.
നെക്സ്റ്റ് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി ഏതുമായിട്ട് യോജിക്കുന്നു? പാരീസ് ഉടമ്പടി എന്ന് പറയുമ്പോൾ 1783 പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടി. നെക്സ്റ്റ് വൺ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയും. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എപ്പോഴാണത്? ഒന്നും കൂടിയല്ലേ ഉള്ളൂ ഇനി. ലാസ്റ്റ് വൺ 1789. 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലേ. അപ്പോൾ ഒന്നുകൂടി ബോസ്റ്റൺ ടീ പാർട്ടി വർഷം 1700 അല്ല, 700കളിലാണ് ഓർക്കുക, 17ലാണ് ആരംഭിക്കുകയല്ല അല്ലേ, പഴയതാണ്, അപ്പോൾ ഓർത്തിരുന്നാൽ മതി. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുമ്പോൾ ഏതാണത്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ബോസ്റ്റൺ ടീ പാർട്ടി വന്നിട്ടുള്ളത്. ബോസ്റ്റൺ ടീ പാർട്ടി 1773 നമുക്ക് ഏത് ഓർക്കാൻ പറ്റും? അതായത് തേയിലയുടെ മേൽ ഇംഗ്ലീഷ് ഗവൺമെൻറ് അല്ലേ, ബ്രിട്ടീഷുകാരിലെ ഇംഗ്ലീഷ് ഗവൺമെൻറ്റുകാർ തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെ തുടർന്ന് വന്ന പ്രതിഷേധമാണെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി തേയിലയുടെ മേൽ ഉയർന്ന നികുതി ഉണ്ടാക്കിയതിനെ തുടർന്നിട്ട് അമേരിക്കയിൽ ഉയർന്നു വന്ന പ്രതിഷേധമാണെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി അല്ലേ. ഇതെല്ലാം അമേരിക്കൻ വിപ്ലവത്തിൻ്റെ കാര്യങ്ങളാണ് ഓർക്കുക അല്ലേ. അമേരിക്കൻ വിപ്ലവമേ ഓർത്തിരിക്കാൻ പറ്റും. ഇവിടെയും അമേരിക്കൻ കോണ്ടിനൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം ഒന്നാമത്തെ. നെക്സ്റ്റ് വൺ പാരീസ് ഉടമ്പടി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ ഇവിടെ വരിക ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ടിൻ്റെ വർഷം 1789 ആണല്ലേ. 89 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ വർഷം. ഏത് വിപ്ലവത്തിൻ്റെയാണിത്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയാണല്ലേ. ഫ്രഞ്ചാണ്. ടെന്നീസ് കോർട്ട് ഫ്രഞ്ച് അല്ലേ. ഫ്രഞ്ചൻ ടെന്നീസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാതെ നമുക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് എഴുതാൻ പറ്റുമോ എന്നറിയില്ല അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? ആൻസർ 1945 ഒക്ടോബർ 30. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30. ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച വർഷമല്ല ചോദിച്ചിട്ടുള്ളത്, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഉത്തരം 1945 ഒക്ടോബർ 30. 1945 ഒക്ടോബർ 30. നെക്സ്റ്റ് ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ്? ഓപ്ഷൻ എ സത്ലജ്, ഓപ്ഷൻ ബി ചെനാബ്, ഓപ്ഷൻ സി രവി, ഓപ്ഷൻ ഡി സിന്ധു നദി. ആൻസറോ ഓപ്ഷൻ ബി ചെനാബ് നദി അല്ലേ. പുതിയ നോളജാണത്, നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ പെടുന്ന ഒരു അഡ്വാൻസ്ഡ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ചെനാബ് നദിക്ക് മുകളിലാണെന്ന് പറയാം. നെക്സ്റ്റ് ചോദ്യം, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, ഓസോൺ പാളി അല്ലേ. എവിടെയാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം? എവിടെയാണത്? ട്രോപ്പോസ്ഫിയർ അല്ലേ, നമ്മുടെ ഭൂമിയുടെ അടുത്തുള്ള പ്രദേശം ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിട്ടുള്ളത്. ട്രോപ്പോസ്ഫിയർ ഭൂമിക്കോട് അടുത്ത സാധനം ട്രോപ്പോസ്ഫിയർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH44 കേട്ടോ. NH44 ആണ് ഏറ്റവും നീളം കൂടിയ ദേശീയപാത. NH44 നീളം കൂടിയ പാത NH44 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ദോഡാബെട്ട അല്ലേ, ആനമലയും കാർഡമം, നല്ലമല, നീലഗിരി ഒക്കെ ഒരു ടോപ്പിക്കിൽ വരുന്ന കാര്യം. ഇവിടെ കൺഫ്യൂഷൻ ആക്കാൻ ചോദിക്കുന്ന ചോദ്യമാണത്. ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആൻസർ ഏതാണ്? ദോഡാബെട്ട സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? നമുക്ക് നീലഗിരി കുന്നുകളാണ് ദോഡാബെട്ട സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. നെക്സ്റ്റ്, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗോൾഡൻ ഫൈബർ എന്താണ്? ചണമാണ് ഗോൾഡൻ ഫൈബർ എന്ന് പറഞ്ഞാൽ അല്ലേ. സിൽക്കല്ല, പരുത്തിയും ഒന്നുമല്ല, പിന്നെന്താണ്? ചണമാണെന്ന്. ഗോൾഡൻ ഫൈബർ എന്ന് പറഞ്ഞാൽ ചണമാണ്. കളർ വെച്ചെങ്കിലും ഓർത്തിരുന്നാൽ മതി.
നെക്സ്റ്റ് വൺ, ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദി? ഈ ചോദ്യമൊക്കെ പഴയത് മുതലുള്ള ചോദ്യങ്ങളാണ്. ഈ ഒരു ചോദ്യം, ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻ എ കാവേരി, ഓപ്ഷൻ ബി തുംഗഭദ്ര, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി ശരാവതി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശരാവതി നദി. ഓപ്ഷൻ ഡി ശരാവതി നദിയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? അവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, പഞ്ചവത്സര പദ്ധതികൾ. ഇല്ലേ, പഞ്ചവത്സര പദ്ധതി പറയുമ്പോൾ നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികളില്ല, അങ്ങനെ 10-12 ആകെയുണ്ട്. പിന്നെ അത് എന്തായിട്ട് മാറി, ആസൂത്രണ കമ്മീഷനായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കുക. 1, 2, 3 ശരിയാണ്. അതായത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഈ 51 എന്നുള്ള ഫാക്റ്റ് പഠിച്ചു വെച്ച്, പഞ്ചവത്സര പദ്ധതി തുടങ്ങിയ വർഷം 51 എന്നുള്ള ഫാക്റ്റുകൾ ഉറപ്പിച്ച് പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ്, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം കൊണ്ടത്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണെന്ന് ഓർക്കണം. 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ചോദ്യം, ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻസ് എഴുതിയ ആൾക്കാർ കൂടെ തന്നെ ഉണ്ടാവില്ല. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ശരിയാകണമെന്നില്ല ആ സമയത്ത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? PC മഹലനോബിസ് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? PC മഹലനോബിസ് എന്ന് പറയുമ്പോൾ ആര് വരുന്നുണ്ട്? ആൻസർ നമുക്കറിയാം. 1, 2, 3 ശരിയാണ് ഇവിടെയും, അല്ലേ? വായിച്ച് നോക്കുമ്പോൾ അറിയാം. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ, നമുക്ക് പരിചിതമുള്ളതാണ്. സാഖ്യ എന്ന ജേണൽ മഹലനോബിസിൻ്റെയാണ്. സാഖ്യ എന്ന ജേണൽ മഹലനോബിസിൻ്റെയാണ്. ഓക്കെ, സാഖ്യ എന്ന ജേണൽ ആരുടെയാണ്? മഹലനോബിസ്. അദ്ദേഹം സ്റ്റാറ്റിക്സുകാരനാണ്, അല്ലേ? സ്റ്റാറ്റിക്സ് വഴി കണക്കുകളൊക്കെ എഴുതി ഇങ്ങനെ പട്ടിക തയ്യാറാക്കി എഴുതി വെക്കുന്ന ഒരു മനുഷ്യനാണ്, ഇല്ലേ? ശരിക്കും കണക്കുമായിട്ട്, എക്കണോമിക്സ് കണക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു മനുഷ്യനാണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സാഖ്യ എന്ന് ഓർക്കാം. കൽക്കട്ടയിൽ ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്ത വ്യക്തിയാണെന്ത്? മഹലനോബിസ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണെന്ത്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മഹലനോബിസാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി അറിയപ്പെടുന്നത് മഹലനോബിസാണ്. PC മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. PC മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം അല്ലേ? അതൊരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിൽ മുന്നോട്ട് വെച്ചില്ലേ? കുറേ വ്യവസായങ്ങൾ ആ സമയത്താണ് വന്നേക്കുന്നത്. 3 വ്യവസായങ്ങൾ വന്നിട്ടില്ല. ദുർഗാപൂരിൻ്റെ, ഭിലായിയുടെ, ബൊക്കാറോ ഒക്കെ വരുന്ന സംഭവങ്ങൾ 3. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. 1, 2, 3 പ്രസ്താവന ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? പുത്തൻ സാമ്പത്തിക നയം, അല്ലേ? ഏതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 ആൻസർ വന്നേക്കുന്നത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, അല്ലേ? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. അതുപോലെ പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. ഇവിടെ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ഭാഗമാണ്, അല്ലേ? അത് എത്ര പോയിന്റ്സ് കിട്ടിയാലും മതി വരുന്നുമില്ല. അപ്പോൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ എന്തിൻ്റെ ഭാഗമാണ്? പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ 91 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനം നടപ്പിലാക്കി. ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിപാടിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇറക്കുമതി ബദൽ വ്യാപാര നയം എന്നൊരു വാക്ക് കൂടി പഠിക്കണം. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇത് 3 ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. അതിൻ്റെ കൂടെ ഇറക്കുമതി ബദൽ വ്യാപാര നയം ആണ് എന്തിൻ്റെ അടിസ്ഥാനം? ഈ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനം ഓർത്തു വെക്കുക. ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. ഓക്കെ ആയല്ലോ? അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? സ്വകാര്യവൽക്കരണ നയം
ഇല്ല, സ്വകാര്യവൽക്കരണ നയവും ബന്ധപ്പെട്ട പ്രസ്താവന. അടുത്ത വായിക്കേണ്ട പോയിന്റ് ഇതാണ്, സ്വകാര്യവൽക്കരണ നയം. ദെൻ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുന്നു, വായിക്കുന്നുമല്ല അല്ലേ, എന്നിട്ടാണ് നമ്മൾ ശരി തെറ്റെന്ന് നോക്കി വെക്കുക. സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, 2ഉം 3ഉം ഒക്കെ ഇവിടെ ശരിയാണ്. അതായത് സ്വകാര്യവൽക്കരണം, പ്രൈവറ്റ് മേഖല അല്ലേ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങും അല്ലേ. സ്വകാര്യവൽക്കരണ നയം എന്ന് പ്രൈവറ്റൈസേഷൻ ചെയ്യല്ലേ, പ്രൈവറ്റ് ആക്കുക അവരെ. അപ്പോൾ എന്ത് ചെയ്തു? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശവും അല്ലേ, പബ്ലിക്കിൻ്റെ അവരുടെ ഉടമസ്ഥാവകാശവും നിർവഹണ ചുമതല എന്നിവയിൽ എന്ത് ചെയ്തു? ഗവൺമെൻറ് പിൻവാങ്ങി. എങ്കിലല്ലേ സ്വകാര്യവൽക്കരണം നടക്കുകയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഇവിടെ നിന്ന് പിൻവാങ്ങി സ്വകാര്യവൽക്കരണം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൽ നിന്നും നിർവഹണ ചുമതല അവയിൽ നിന്നുമൊക്കെ ഗവൺമെൻറ് പിൻവാങ്ങി അല്ലേ. അപ്പോഴെന്ത് പറഞ്ഞുള്ളൂ? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണ നയം വരുന്നുള്ളൂ. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുകയും ചെയ്തു. ഓക്കെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുകയും ചെയ്തു അല്ലേ. ഈ 2 പോയിന്റും ശരിയാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. കാരണം സ്വകാര്യവൽക്കരണ നയവുമാണ്. സ്വകാര്യവൽക്കരണം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം ഒതുങ്ങിയെങ്കിലേ പറ്റുള്ളൂ അല്ലേ. ആ ഒതുക്കമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ഈ പോയിന്റ് വന്നിട്ടില്ല. ഈ പോയിന്റ് നമുക്ക് ശരിക്കും അറിയാവുന്നതല്ലേ. ഇവിടെ പഞ്ചവത്സര പദ്ധതി സമയത്ത് അങ്ങനെ വരുന്നില്ലല്ലോ. കൃഷിയല്ലേ അവിടുത്തെ പരിപാടി ആ സമയത്ത്. ഓക്കെ, നെക്സ്റ്റ്, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും യോജിക്കാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ചെറുകിട വ്യവസായം എന്ന് പറയുമ്പോൾ അതിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എപ്പോഴും. ചെറുകിട വ്യവസായവുമായി യോജിക്കാത്ത അല്ലെങ്കിൽ ഇതുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, യോജിക്കാത്ത പ്രസ്താവന അല്ലേ. നമുക്ക് യോജിക്കുന്ന മാത്രം വായിച്ച് പഠിച്ചു പോയാൽ മതിയല്ലോ. 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്താണ്? കാർവേ കമ്മിറ്റി എന്ന ഉത്തരമാണ് വരിക. ഓക്കെ, ചെറുകിട വ്യവസായം ഏത് കമ്മിറ്റി പ്രകാരമാണ്? 1955 കാർവേ കമ്മിറ്റി പ്രകാരം. ഓക്കെ, നെക്സ്റ്റ്, 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളെ പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ കാർവേ കമ്മിറ്റി, ഗ്രാമവികസനം, ചെറുകിട വ്യവസായം എന്നുള്ളത് പോയിന്റുകൾ ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? ഇനിയും ചെറിയ ക്വസ്റ്റ്യൻസ് ആണെന്നതിൽ കുറച്ച് സമാധാനം കിട്ടും നമുക്ക്. താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, സൈമൺ ജോൺസൺ. 2024 സാമ്പത്തിക ശാസ്ത്രം സൈമൺ ജോൺസനാണ് കിട്ടുന്നത്. സൈമൺ ജോൺസൺ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷണ വിവേചനം നൽകിയിട്ടുള്ളത്? പിന്നോക്കക്കാർക്ക് അനുകൂലമായ സംരക്ഷണ വിവേചനം കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ആർട്ടിക്കിൾ 16(4) ആർട്ടിക്കിൾ 16(4) അല്ലേ. 16 എന്ന് പറയുമ്പോൾ എന്താണ്? അവസര സമത്വമാണ് 16. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം കൊടുത്തേക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 16(4) ഓക്കെ, 16(4). നെക്സ്റ്റ്, തന്നിരിക്കുന്ന റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ് തെറ്റായത് ഏതൊക്കെ അല്ലേ. അപ്പോൾ മാൻഡമസ്, കോവാറന്റ്, സെർച്യൂട്ടറി, ഹെബിയസ് കോർപ്പസ് കൊണ്ട് തെറ്റായ സംഭവം ഇവിടെ ഏതാണ്? തെറ്റായ സംഭവം എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. തെറ്റായത് 3ാമത്തെ തെറ്റാണ് അല്ലേ. മാൻഡമസ് നമുക്കറിയാം. മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം നിർവഹിക്കാതെ വരുമ്പോൾ, കർത്തവ്യം ചെയ്യാത്തപ്പോൾ അല്ലേ, അവർക്കിത് നമുക്ക് മാൻഡമസ് എന്ന റിട്ട് ഉപയോഗിക്കാൻ പറ്റും. കർത്തവ്യം നിർവഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ കർത്തവ്യം ചെയ്യാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മാൻഡമസ് റിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ കോവാറൻറ്റോ, ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ, അത് കളിപ്പിച്ചിരിക്കുകയാണെങ്കിൽ, നമ്മളെ പറ്റിച്ചിട്ട് കയറിയിരിക്കും ഒരു സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കെതിരെ കോവാറൻറ്റ് റിട്ടും കൊടുക്കാൻ പറ്റും. കോവാറൻറ്റോ അല്ലേ, വഴക്കിടാൻ പറ്റും. കോവാറൻറ്റ് അല്ലേ, വഴക്കിടാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇവിടെ ഇരിക്കേണ്ടെന്ന് പറയാം. ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോഴാണ് കോവാറൻറ്റോ. ദെൻ ഹെബിയസ് കോർപ്പസ് നമുക്കറിയാവുന്നതാണ്. അനധികൃത തടങ്കൽ. ഒരാളുടെ തടങ്കിൽ വെച്ചേക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ശരീരം ഹാജരാക്കുക എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഹെബിയസ് കോർപ്പസ് നമുക്ക് റിട്ട് ഫയൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്?
ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാണ്? ലക്ഷ്യപ്രമേയം. ആൻസർ ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഇവരിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതല്ല? ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതല്ല? തമിഴ്നാട്, ആന്ധ്ര, ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, ഡൽഹി. ദ്വിമണ്ഡല നിയമസഭയുള്ളത് ആർക്കൊക്കെയാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തർപ്രദേശ്, തെലങ്കാന. അല്ലേ, ഉത്തർപ്രദേശ്, തെലങ്കാന മാത്രം, ബാക്കി 6 കൂടി ഉണ്ട് കേട്ടോ. ഉത്തർപ്രദേശ്, തെലങ്കാന മാത്രമല്ല, ഉത്തർപ്രദേശ്, തെലങ്കാന. ഇവിടുത്തെ ആൻസർ ഇതാണ്. നെക്സ്റ്റ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ ഭരണം നിൽക്കുമ്പോൾ ഏത് നമുക്ക് ആൻസർ എഴുതുന്നുണ്ട്? PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 19 പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 19 പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, 6 എണ്ണം. 19 പ്രകാരം 9 എണ്ണത്തിന് നമുക്ക് അവകാശമുണ്ട്. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ആൻസർ 3 രീതിയിൽ നഷ്ടപ്പെടാം. അല്ലേ, 3 രീതിയിൽ നഷ്ടപ്പെടാം. നെക്സ്റ്റ് വൺ, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റ്. ഇവിടെ ചോദ്യം അല്ലേ, ചോദ്യം ശരിക്കും ചോദിച്ചാൽ സഞ്ജീവ് ഖന്ന അല്ലേ, അത് ജ്ഞാനേഷ് കുമാർ, ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ചോദ്യമാണ് വന്നേക്കുന്നത്. നോക്കാം. ബി പറഞ്ഞതാണ് ശരിയെന്നാണ് വരിക അല്ലേ, അത് ജ്ഞാനേഷ് കുമാർ ഉള്ള സംഭവമാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത്, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന അവശ്യ യോഗ്യതകൾ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമാകാൻ എന്തൊക്കെ വേണം? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. അല്ലേ, ഇത്രയൊന്നും മാത്രം മതിയോ? അതൊന്നും പോരെ, നല്ലവണ്ണം പ്രവർത്തിച്ച് പരിചയമൊക്കെ ഉണ്ടാകും മുനിസിപ്പൽ കോർപ്പറേഷനിൽ. ഓക്കെ, അത്യാവശ്യം അറിയുന്ന ആളായിരിക്കണം ആ പ്രദേശത്തെങ്കിലും. തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അല്ലേ, 1, 2, 3 ശരിയാണ്. അല്ലേ, 3 എണ്ണവും. അതായത് നമുക്കറിയാം ബൽവന്ത് റായ് മെഹ്ത്ത കമ്മീഷൻ, അശോക് മെഹ്ത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി. ഇത് 3 എന്താണ്? തദ്ദേശ സ്വയംഭരണ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ചോദ്യം, 2008 വളരെ ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ്. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതല്ല? 2008 തണ്ണീർത്തട തണ്ണീർത്തട സംരക്ഷണ നിയമം, അതിനകത്ത് വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? പഠിക്കേണ്ട ഒരു ചോദ്യമാണത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നോക്കാം. ഇതെല്ലാം അതിൻ്റെ പരിപാടികൾ. തണ്ണീർത്തട പരിപാടി എന്തൊക്കെയാണ്? 1, നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു. തണ്ണീർത്തട ഓർക്കുമ്പോൾ വേണമെങ്കിൽ ഓർത്തെഴുതാൻ പറ്റും. നെക്സ്റ്റ്, തണ്ണീർത്തടത്തിലെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന അവർ തന്നെയാണ്. നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമന നടപടികൾ സ്വീകരിക്കുന്നു. അല്ലേ, അപ്പോൾ നമുക്ക് നെൽപ്പാടം പോയി ചുമ്മാതെ അങ്ങോട്ട് നികത്താനൊന്നും സാധ്യമല്ല. അതാണ് പറഞ്ഞു വന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നാണ് വരിക? 2008 എന്നുള്ള വർഷമൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 2008 ഓർത്തിരിക്കുക. നമ്മൾ വെറുതെ വായിച്ചു പോകും, പക്ഷേ ആൻസർ കൂടി അതിൻ്റെ കൂടെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറഞ്ഞവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് ആൻസർ? വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്. വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യരിടത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്? അല്ലേ, ആൻസർ ഓപ്ഷൻ എ ആണ്. സിനോട്രിയൽ നോഡാണ്. അടുത്ത ചോദ്യം, 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്?
ആൻസർ ഓപ്ഷൻ സി ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. നെക്സ്റ്റ് വൺ, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നത് ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? ആൻസർ പൂന്താനം നമ്പൂതിരി. ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരിയുടേതാണ്. ഗർദഭം പൂന്താനം നമ്പൂതിരിയുടേതാണ്. നെക്സ്റ്റ്, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി എൽദോസ് പോൾ ആണ്. എൽദോസ് പോൾ. നെക്സ്റ്റ് വൺ, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ചിറക്കൽ, കണ്ണൂരാണ്. ചിറക്കൽ, കണ്ണൂരാണ് ഫോക്ലോർ അക്കാദമി. തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിലുടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലെ കോലങ്ങൾ. ഇത് ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണം? പാളയിലെ കോലങ്ങൾ ഏതിനകത്തുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി പടയണി. പാളയിലെ കോലങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എഴുതാം പടയണി. നെക്സ്റ്റ് ചോദ്യം, മലയാളത്തിൽ പ്രശസ്തമായ ആട്ടക്കഥാകൃത്തുകളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ആട്ടക്കഥാകൃത്തുകൾ. ആൻസർ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് അശ്വതി തിരുനാളല്ല, അതൊന്നുമില്ലല്ലേ. അതായത് കോട്ടയത്ത് തമ്പുരാൻ, കോട്ടയത്ത് തമ്പുരാൻ, കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ, നളചരിതം. നമുക്ക് പരിചയമുള്ളതാണ്. കോട്ടയത്ത് തമ്പുരാൻ, കല്യാണ സൗഗന്ധികവും ഉണ്ണായി വാര്യർ, നളചരിതവും എന്താണ്? ആട്ടക്കഥാകൃത്തുകളും അവരുടെ കൃതികളുമാണ്, ആട്ടക്കഥകളുമാണ്. കോട്ടയത്ത് തമ്പുരാൻ്റെത് കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യരുടെ നളചരിതം. ഇപ്പം എന്ത് ചെയ്യണം? ഈ ബുക്ക് എടുത്തിട്ട് രണ്ടും മാത്രം എഴുതി വെക്കില്ല, ആട്ടക്കഥകൾ എഴുതി വെക്കുക. കോട്ടയത്ത് തമ്പുരാൻ, കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യരുടെ നളചരിതം നിങ്ങൾ എഴുതി വെച്ചേക്കുക. ഓക്കെ. അടുത്തത്, ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡിൻ്റെ അപ്രോപ്രിയേറ്റ് മീനിങ് എന്താ? ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂ ബ്ലഡ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അരിസ്റ്റോക്രാറ്റ്. അരിസ്റ്റോക്രാറ്റ്. അടുത്തത്, എന്തൊക്കെയോ കുഴപ്പം. Sorry for the inconvenience. Okay, aristocrat. Next, if I had known you were in hospital, I dashed with you. I had known, അല്ലേ? ഹാഡ് നോൺ ആണ് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയായിട്ട് മാറും ഇവിടെ? ഹാഡ് നോൺ എന്ന് പറയുമ്പോൾ അത് വുഡ് ഹാവ് വിസിറ്റഡ്. ഹാഡ് നോൺ വന്നുകൊണ്ട് നമുക്കത് വുഡ് ഹാവ് വിസിറ്റഡ്. വുഡ് ഹാവ് വിസിറ്റഡ് ആണ് വരിക. വുഡ് ഹാവ് വിസിറ്റഡ് യു. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ. ദിസ് ഈസ് എൻ അച്ചീവ്മെൻറ്റ് ഡാഷ് ഐ ആം പ്രൗഡ്. അച്ചീവ്മെൻറ്റ് ഡാഷ് ഐ ആം പ്രൗഡ്. വിച്ച് ആണോ, ഹൂ ആണോ, ഹൂസ് ആണോ, അല്ലേ? ഏത് വരാം? ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്. ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്. അടുത്തത്, ഡോണ്ട് ടച്ച് മീ ഹീ സെഡ് ടു ഹെർ. അതായത് അതിനകത്ത് ഹീ ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹീ ടോൾഡ് ഹെർ നോട്ട് ടു touch him. The thunder gradually dash and its rumbling is heard far away beyond the village. Gradually, thunder gradually എന്തായി? thunder gradually abates. abates എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ്, അണ്ടർലൈൻഡ്. എനോർമസിൻ്റെ അന്റോണിം എന്താ? എനോർമസ് എന്ന വാക്കിൻ്റെ ആൻറ്റോണിം എന്താണ്? എനോർമസ് എന്ന വാക്കിൻ്റെത് ഡിമിനിറ്റീവ് എന്നുള്ള വാക്ക്. ഡിമിനിറ്റീവ് എന്നാണ്. എനോർമസിൻ്റെ ഓപ്പോസിറ്റ് ഡിമിനിറ്റീവ്. ഓപ്ഷൻ ഡി ആൻസർ. അഫോർമേറ്റീവ് സെൻറ്റൻസ് ഏതാണ്? ഇവിടെ അഫോർമേറ്റീവ് സെൻറ്റൻസുകൾ ഏതൊക്കെയാണ്? അഫോർമേറ്റീവ് സെൻറ്റൻസ് ഏതാണ്? അല്ലേ, അതെന്തായിരിക്കണം? പ്രസ്താവന. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. നോബഡി നോസ് ദ ആൻസർ എന്നുള്ളതിൻ്റെ അകത്തുനിന്ന്
ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ, ക്വസ്റ്റ്യൻ ടാഗ് ഇത് വരും. നോസ്, ഡു ദേ, ഇവിടെ നോട്ടുണ്ട്, നോബഡി നോട്ടുള്ളത് കൊണ്ട് നോട്ട് വേണ്ട. ഡു ദേ, ഡു ദേ, നോബഡി വന്നവൻ ദേ ആണ് ചേർക്കുക. ചൂസ് ദ കറക്റ്റ് വേർഡ്. കറക്റ്റ് വേർഡ് ഇവിടെ ഏതാണ്? സ്പെല്ലിംഗ് ആണ് നോക്കുക. സൈമിൾട്ടേനിയസ് എന്നുള്ള സ്പെല്ലിംഗ്, അതിൻ്റെ ഓപ്ഷൻ സൈമിൾട്ടേനിയസ്, SIMULTANEOUS, SIMULTANEOUS. എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്, അത് ആസ്ട്രോണമർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. താങ്ക് യു.